രാവിലെ മുതൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നടക്കണ്ടേ, കാരണം കറണ്ട് ഇല്ല. സോ പവർ കട്ട് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാം എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, കറണ്ട് വരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു RGB ലൈറ്റ് ഉണ്ട്, അതിന്റെ വെട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് മൊത്തത്തിൽ ഓഫ് ആണ്. കണ്ടില്ലേ, നമ്മുടെ സാധാരണ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ല. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, പറയാനുള്ളത് അർജന്റീന ഫാൻസിനോട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സോറി പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം വേൾഡ് കപ്പിന്റെ ഫൈനലിന് ശേഷം ഞാനൊരു 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അർജന്റീനയുടെ ഓരോ ആരാധകരെയും വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കണ്ടന്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോ ഞാൻ പറയുന്നത്, അർജന്റീനയുടെ നല്ല റിയൽ ഫാൻസ് ഉണ്ട്, എനിക്ക് അറിയാവുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക്. അവര് മെസ്സി ആണെങ്കിലും അർജന്റീന ആണെങ്കിലും അവര് എന്താ പറയാ, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്തത് ഒരു കാരണം ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അവരോട് പറയാനുള്ള സാധനങ്ങളല്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യുന്ന, നമ്മളെ എന്താ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്, കുറെ ഫാൻസ് ഉണ്ട്. ഏത് തരത്തിലുള്ള ഫാൻസ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ കാരണമാണ് നമ്മളും ട്രിഗർ ആവുന്നത്. ഇപ്പൊ നമ്മളും റിയാക്ട് ചെയ്യുന്നത്, നമ്മളും ഇങ്ങനെ വീഡിയോസ് ഇടേണ്ടി വരുന്നത്. ഇപ്പൊ ഈ മോളെ പോലെയുള്ള ആളുകളുടെയൊക്കെ വീഡിയോസ് നമ്മൾ നിരന്തരം കാണുന്നു. ഈ മോളുടെ ഒരു വീഡിയോ നമ്മൾ രാവിലെ എടുത്ത് വെച്ചങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ നമുക്ക് പെരുവരലേന്ന് കയറി തലമുടി വരെ ഇങ്ങനെ ദേഷ്യം വന്നു നിൽക്കും. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തു പോകും. സ്വാഭാവികമാണ് അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും, ഞാൻ മെസ്സിയെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്, അർജന്റീനയെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും അത് വിഷമാവും. അപ്പൊ ഈവൻ ബ്രസീലിനെ കളിയാക്കി സംസാരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ കൊള്ളുന്നത് അതേപോലെ തന്നെ ഒരു അർജന്റീന ആരാധകൻ അർജന്റീനയെ കളിയാക്കുമ്പോൾ കൊള്ളും എന്നുള്ള കാര്യം അറിയാം. സോ എല്ലാവരും ക്ഷമിക്കുക. സിറ്റുവേഷൻ ഇതാണ്, ഇങ്ങനെയുള്ള ട്രിഗർ. അപ്പൊ ഈ ഒരു മോള് മാത്രമല്ല, ഒരുപാട് ആളുകൾ വന്നിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ടിട്ടാണ് നിങ്ങൾ പിന്നെ എന്താ പറയാ, ഫാൻ ഫൈറ്റ് ആണ്. അപ്പോ ഫാൻ ഫൈറ്റിനെ അങ്ങനെ തന്നെ കാണുക. നമ്മളിപ്പോ കൂട്ടുകാർ തമ്മിൽ ഫാൻ ഫൈറ്റ് ചെയ്യാറുണ്ട്, എന്നിട്ട് നമ്മൾ അവരോട് പിണങ്ങി മാറിയൊക്കെ ഇരിക്കുമോ? ഇല്ല, ഫാൻ ഫൈറ്റ് അങ്ങനെ തന്നെ നടന്നു പോകും എന്നുള്ളതാണ്. സോ നമ്മുടെ വീഡിയോസും എല്ലാവരും അങ്ങനെ തന്നെ കാണുക. വേൾഡ് കപ്പ് ആയിരുന്നു. വേൾഡ് കപ്പിന്റെ സമയത്ത് എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ ഫാൻ ഫൈറ്റും ഫാനിസും ഒക്കെ സംസാരിക്കും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇനിയിപ്പോ മാക്സിമം അങ്ങോട്ട്, സോ ഞാൻ മാക്സിമം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അർജന്റീനയെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ വേൾഡ് കപ്പിന്റെ കുറ്റങ്ങൾ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ട്രിഗറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പൊ എല്ലാവരും അതിനെ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. പിന്നെ ഈ മോള് ഞാൻ കുറെ നാളായിട്ട് കാണുന്നുണ്ട്. ഈ മോളെക്കാളും എന്തുകൊണ്ടപ്പോ ബെറ്റർ ആണ് നമ്മുടെ അമ്രിക്കുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അമ്രിക്കുട്ടി എവിടെ? അമ്രിക്കുട്ടിയൊക്കെ ഇന്ന് മാന്യമായിട്ടാണ് ഇടപെടുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും എല്ലാം ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. ഇപ്പൊ വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.